മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചെന്നിടമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. പ്രിയ കൂട്ടുകാരെ, കടുകുമണി അപ്പസ്തലോയ് നിങ്ങളെല്ലാവരെയും ഈശോയുടെ എളിയ പ്രേക്ഷിതരാകാൻ സഹായിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും കടുകുമണി അപ്പസ്തലോയിലേക്ക് സ്വാഗതം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം നമ്മൾ ചിന്തിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം സമർപ്പണ ജീവിതത്തിലൂടെ എന്നാണ്. എന്താണ് സമർപ്പണ ജീവിതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുന്നവരുടെ ജീവിതമാണ് സമർപ്പണ ജീവിതം. ഓക്കെ, ദൈവത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നവർ അല്ലേ? ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നവരാണ് സമർപ്പിതർ. ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നവരാണ് സമർപ്പിതർ. അപ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ വേറെ ഒരു ജീവിതമില്ല. ഈശോയുമായി താതാത്മ്യപ്പെട്ട്, ദൈവവുമായി താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സമർപ്പിതർ. നമുക്കറിയാലോ, നമുക്കെല്ലാവർക്കും ഈശോ തന്നിരിക്കുന്ന കഴിവുകൾ പലതാണല്ലേ. ചിലർ നന്നായിട്ട് പാട്ട് പാടും, ചിലർ നന്നായിട്ട് പഠിക്കും, ചിലർ നന്നായിട്ട് കഥ പറയും, ചിലർ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇതുപോലെ തന്നെ ഈശോ നമുക്ക് പല ജീവിതാന്തസ്സുകളാണ് തന്നിരിക്കുന്നത്. ചിലർക്ക് വിവാഹ ജീവിതത്തിലേക്ക്, ചിലർക്ക് പുരോഹിതരാകാൻ, ചിലർക്ക് സമർപ്പിതരാകാൻ. ഇതൊരു തരം, ഇതിനെയാണ് നമുക്ക് ദൈവവിളി എന്ന് വിളിക്കുന്നത്. ഈ ദൈവവിളി എന്നാൽ എന്താ? ദൈവവിളി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു പ്രചോദനമാണ്, ഒരു ഉൾവിളിയാണ്. പ്രത്യേക രീതിയിൽ നമ്മളെ തന്നെ തയ്യാറാക്കാൻ, പ്രത്യേക രീതിയിൽ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുടുംബജീവിതത്തിൽ ആ വിളിയുടെ രീതി വേറെയാണ്. പൗരോഹിത്യത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും വരുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഈശോയെ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കേണ്ട ഒരു ജീവിത രീതിയാണ്. ദൈവം വിളിക്കുന്നത് പല രീതിയിലാണ് ദൈവം വിളിക്കുന്നത്. ഓക്കെ, ചിലരെ ദൈവം
നേരിട്ട് വിളിക്കും. ചിലരെ ദൈവം മറ്റുള്ളവർ വഴി വിളിക്കും. ചിലരെ ദൈവം സ്വപ്നത്തിലൂടെ വിളിക്കും. ചിലരെ ദൈവം ദൂതരെ അയച്ച് വിളിക്കും. ചിലപ്പോൾ ദൈവം ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനിലൂടെ വളരെ സ്പർശിയായ ഒരു ജീവിത അനുഭവത്തിലൂടെ ദൈവം നമ്മളെ വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചാർട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ വിവിധ തരം വിളികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ രീതിയിൽ വിളിക്കപ്പെട്ടവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ വചനം എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് അസൈൻ ചെയ്യുക. അവർ ആ വിളിക്ക് ആരെയാണോ നേരിട്ട് വിളിച്ചത് ആ വ്യക്തിയുടെ പേര് ചേരുംപടി ചേർക്കണം. ഇതെല്ലാം ഒരു കൺഫ്യൂഷനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ബോർഡിനെ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡിയാണോ? ഇവിടെ നിന്ന് ആരാ വരുന്നേ? കിരൺ. ഇവിടെ നിന്ന് ആരാ വരുന്നേ? റിയ. അപ്പോൾ റിയ വന്നോളൂ. റിയ ചെയ്യേണ്ടത് വിവിധ തരം വിളിക്ക് അനുയോജ്യമായ രീതിയിൽ വിളിക്കപ്പെട്ടവരെ ചേരുംപടി ചേർക്കണം. ചേർത്തോളൂ. ആദ്യം ദൈവം നേരിട്ട് വിളിക്കുന്നു. ആരെയാ ഈ ലിസ്റ്റിൽ ദൈവം നേരിട്ട് വിളിക്കുന്നത്? നിങ്ങൾക്ക് സഹായിക്കാം കേട്ടോ. ചുമ്മാ പറയുന്ന കേക്കല്. തെറ്റാ. കറക്റ്റ്. ദൈവം നേരിട്ട് അബ്രാഹത്തെ വിളിക്കുന്നു. മുന്നോട്ട് പോയിക്കോളൂ. നീ ആരെയാണ്? മറ്റുള്ളവരിലൂടെ വിളിക്കുന്നത് ആരെയാണ്? കന്യാമറിയത്തെയാണോ? ഫിലിപ്പേ? ഏലീശായ അല്ലേ? അബ്രാഹത്തെ ദൈവം നേരിട്ട് വിളിക്കുകയാണ്. അബ്രാഹം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകാനാണ് ദൈവം പറയുന്നത്. ഇനി ഏലീശായെ ഏലിയായാണ് വിളിക്കുന്നത്. ഏലീശ ഇങ്ങനെ എന്താ പറയുന്നത്, ഉഴുതുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അന്നേരം ഏലിയ വന്ന് തൻ്റെ മേലങ്കി അദ്ദേഹത്തിൻ്റെ മുകളിലിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ ഏലീശ തൻ്റെ മാതാപിതാക്കളെയും കലപ്പയും എല്ലാം ഉപേക്ഷിച്ച് ആ വിളി സ്വീകരിച്ച് പോവുകയാണ്. അതായത് കുറച്ചു നേരം അദ്ദേഹത്തെ അനുഗമിച്ചതിന് ശേഷം തിരിച്ചു വന്ന് തൻ്റെ കലപ്പ കത്തിച്ചിട്ടാണ് തിരിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തയാൾ. ഇനി ദൂതനിലൂടെ വിളിക്കുന്നു. ആരെയാ ദൂതനിലൂടെ വിളിക്കുന്നത്? ശരിയാണോ? ശരിയാണല്ലേ? ദൂതനിലൂടെ വിളിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? പരിശുദ്ധ കന്യാമറിയത്തെ ദൂതനിലൂടെ ഗബ്രിയേൽ മാലാഖ ഒന്ന് എന്താ ചോദിക്കുന്നത്? എന്താ പറയുന്നത്? കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് ഗബ്രിയേൽ മാലാഖ വന്ന് ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് പറഞ്ഞ് മാതാവിനെ അഭിസംബോധന ചെയ്ത് മംഗളവാർത്ത അറിയിക്കുകയാണ് അല്ലേ? ഓക്കെ. ഇനി ആരൊക്കെയുള്ളത്? യൗസേ പിതാവും ഉണ്ട്, വിശുദ്ധ പൗലോസ് ലീഹായും ഉണ്ട്. സ്വപ്നത്തിലൂടെ വിശുദ്ധ യൗസേ പിതാവിനെ വിളിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചേരുംപടി ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്താണ് സംഭവം? മാലാഖ യൗസേ പിതാവിനോട് പറയും, നീ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടെന്ന് പറയും. ശങ്കിക്കേണ്ട യൗസേപ്പേ എന്ന് സ്വപ്നത്തിലൂടെ വന്ന് മാലാഖ യൗസേ പിതാവിനോട് പറയുകയാണ്. ഇനി അവസാനം പൗലോസ്. ഞാൻ പറഞ്ഞൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നല്ലേ, ശക്തമായ ഒരു മാനസാന്തരം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? കുതിരപ്പുറത്തുനിന്ന് മിന്നൽ പിണറേറ്റ് വീഴുന്ന പൗലോസ് ലീഹ. അതിനുശേഷം അതുവരെ പൗലോസ് ലീഹ നടന്ന വഴികളെല്ലാം മാറി ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പൗലോസായി മാറുകയാണ് അല്ലേ? അതുവരെ പൗലോസ് ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷന് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് ചേരുംപടി ചേർത്ത് നമ്മുടെ റിയയ്ക്ക് അഭിനന്ദനം. ഇനി കിരൺ.
തന്നെ ശരി, അത് തന്നെ ശരിയാണോ? ശരി. അതാ ശരിയാ. വെരി ഗുഡ്. ഉൽപ്പത്തി. മെല്ലെ സമയമെടുത്ത് ഭംഗിയായിട്ട് ചെയ്തോളൂ. വെരി ഗുഡ്. 1 രാജാക്കന്മാർ. കൈയടിക്കാതെ നമുക്ക് എല്ലാവർക്കും അല്ലേ? നിങ്ങൾക്കും കൈയടിക്കാവുന്നതാണ്. നമുക്ക് അത് തന്നെയാണല്ലേ? അതോ മാറ്റിക്കോ, സൗകര്യം പോലെ നോക്ക്, കറക്റ്റ് ആകണം. ഞാനൊന്ന് തെറ്റിക്കാൻ ശ്രമിച്ചല്ലേ. വെരി ഗുഡ്. വണ്ടർഫുൾ. അത് ലാസ്റ്റും കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി, രാജാക്കന്മാർ, പുതിയ നിയമത്തിലെ ലൂക്കായിലും മത്തായിലും പിന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. അപ്പോൾ പോയിരുന്നുള്ളൂ. വളരെ നന്നായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ പല രീതിയിൽ ദൈവം ഇടപെടുന്നു. പല രീതിയിൽ തനിക്ക് വേണ്ടി ജീവിക്കാൻ, തനിക്ക് വേണ്ടി മരിക്കാൻ, തനിക്ക് വേണ്ടി അധ്വാനിക്കാൻ ദൈവം പല രീതിയിൽ വ്യക്തികളെയും മനുഷ്യരെയൊക്കെ തിരഞ്ഞെടുക്കുന്നു അല്ലേ? ഓക്കെ, നമ്മൾ വളരെ ഭംഗിയായിട്ട് കണ്ടു. ഓക്കെ, വെരി ഗുഡ്, ഫൈൻ. സാർ, ദൈവം ആരെയാണ് വിളിക്കുന്നത്? ദൈവം ആരെയാണ് വിളിക്കുന്നത്? ദൈവം ആരെയായിരിക്കും വിളിക്കുന്നത്? അതിനറിയാൻ ഒരു കീ ഉണ്ട്. നമുക്ക് ഒന്ന് കേൾക്കാം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ നിയോഗിച്ചു. മർക്കോസ് 3:13. മർക്കോസ് 3:13. തനിക്കിഷ്ടമുള്ളവരെയാണ് ദൈവം വിളിക്കുന്നത്. അതിനർത്ഥം മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്നുള്ളതല്ല. പ്രത്യേകിച്ച് സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കുന്നവരെ ദൈവം ഒരു പ്രത്യേക വിളി നൽകിയാണ് വിളിക്കുന്നത്. അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയും ഉത്തരവാദിത്തങ്ങളും മറ്റു പലതാണ്. തനിക്ക് വേണ്ടി ജീവിക്കാൻ, തനിക്ക് വേണ്ടി മരിക്കാൻ, തനിക്ക് വേണ്ടി പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒത്തിരി ദൗത്യങ്ങൾ ഏൽപ്പിക്കാനാണ് സമർപ്പിതരെ ദൈവം വിളിക്കുന്നത്. ഈ സമർപ്പിതർ ഈ ദൈവത്തോട് വിളിച്ച ദൈവത്തോട് എങ്ങനെയാണ് ഉത്തരം പറയുന്നത്? അവരുടെ വ്രതങ്ങൾ വഴി, അവരെടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ വഴി. എന്താണ് ആ വ്രതങ്ങൾ? അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. അപ്പോൾ സാധാരണ രീതിയിൽ നിന്ന് മാറി വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ തീഷ്ണമായിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ അവർ ഈ വ്രതങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, മനോഹരമായൊരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് സന്യാസ സമൂഹത്തിൽപ്പെട്ട കുറച്ച് സിസ്റ്റേഴ്സ് അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർ ആ വ്രതമെടുക്കുന്നത്, എങ്ങനെയാണ് അവർ അതിനുവേണ്ടി ഒരുങ്ങുന്നത്, എങ്ങനെയാണ് അവരതിനുവേണ്ടി ജീവിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. ഇത് നമ്മളെ സഹായിക്കും. വെരി ഗുഡ്.
കണ്ടില്ലേ? നീണ്ട ഒരുക്കങ്ങൾക്ക് ശേഷം മാനസികമായും ആധ്യാത്മികമായും ഒരുങ്ങി തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന വ്യക്തികൾ. നമുക്ക് അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണ്ടേ? അവർക്ക് നമ്മൾ കണ്ട അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് പരിചയമുള്ള, നമ്മുടെ ഇടവകയിലുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി സമർപ്പിതരെ നമുക്കറിയാം അല്ലേ? ഒരുപക്ഷെ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സ്, അങ്ങനെ പലരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒരു നല്ല പാട്ട് പാടി, നിങ്ങൾ ഒരുങ്ങിയൊരു പാട്ടില്ലേ, ആ പാട്ടൊന്ന് പാടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ? റെഡിയാണോ? ഓക്കെ, നമുക്ക് പാടാം. സമർപ്പിച്ചൊരീ മക്കൾ ലോകത്തിൽ നിന്റെ സാക്ഷികളാകുവാൻ, നിനക്കായി ജീവിതം സമർപ്പിച്ചൊരീ മക്കൾ ലോകത്തിൽ നിന്റെ സാക്ഷികളാകുവാൻ, അധരത്തിൽ വചനവും ഹൃദയത്തിൽ കരുണയും നൽകി നീ എന്നും അനുഗ്രഹിക്കൂ. അധരത്തിൽ വചനവും ഹൃദയത്തിൽ കരുണയും നൽകി നീ എന്നും അനുഗ്രഹിക്കൂ. നാഥാനുസരണത്തിൻ വരമായി നിൻ തിരുസ്നേഹം ചൊരിയണമേ. നാഥാ കന്യാവ്രതവും ദാരിദ്ര്യവും കാക്കാൻ വരമെന്നേ ഗണി, നീ കാക്കാൻ വരമെന്നേ ഗണി. നമ്മുടെ ഈ പ്രാർത്ഥന എന്നും നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ സഭയിലെ എല്ലാ സമർപ്പിതർക്കും ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനയില്ലാതെ അവർക്ക് അവരുടെ വ്രതങ്ങളിൽ നല്ല രീതിയിൽ മനസ്സ് കൊടുക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സാഹചര്യങ്ങൾ അതാണ്. ആ സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ ഈശോയുടെ അടുത്ത് നിന്ന് ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ദൗത്യം കൂടി തന്നിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സമർപ്പിതരെ കാണുമ്പോൾ പോയി ചെറുതായിട്ട് അവരോടൊന്ന് ചോദിക്കണം, എന്താണ് അവരുടെ പേര്, എന്താണ് അവരുടെ കോൺഗ്രിഗേഷൻ്റെ ക്യാരിസം, എങ്ങനെയാണ് അവർ ഈശോയെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് അവർ മിഷണറി ആകുന്നത് എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും സന്യാസ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള അച്ഛന്മാരെ കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ CMA അച്ഛന്മാരോ OCD അച്ഛന്മാരോ, അല്ലെങ്കിൽ ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, പല കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആരൊക്കെയാണ് കണ്ടേ? ഒരു ഗ്രൂപ്പ് ഇവിടെ റെഡിയാണ്, ഒരു ഗ്രൂപ്പ് അവിടെ റെഡിയാണ്, ഒരു ഗ്രൂപ്പ് ഇവിടെ റെഡിയാണ്. ഓക്കെ, എങ്ങനെയാണ് ആരെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? എന്താണ് നിങ്ങൾ കേട്ടത്? ഞങ്ങൾ പരിചയപ്പെട്ട സിസ്റ്റർ ആൻജോയാണ്. സിസ്റ്ററിൻ്റെ കോൺഗ്രിഗേഷൻ ഫ്രാൻസിസ്കൻ ക്ലാരിച്ച് കോൺഗ്രിഗേഷനാണ്. സിസ്റ്റർ അംഗമായിരിക്കുന്ന FCC സഭാ സമൂഹം സാധുജന സംരക്ഷണം, അനാഥ കുട്ടികളെ വളർത്തൽ, അധ്യാപനം, ആതുര ശുശ്രൂഷ, സാമൂഹ്യ സേവനം എന്നിവയിലൂടെ ക്രൂശിതനായി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം. വെരി ഗുഡ്. ഇനി എങ്ങനെയാണ് സിസ്റ്റർ തൻ്റെ സ്വന്തം ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്? സിസ്റ്റർ ആൻജ ഭരണങ്ങാന സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപികയാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ്, ധ്യാനങ്ങൾ, പ്രാർത്ഥന കൂട്ടായ്മകൾ, കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള പരിശീലനം, ഭവന സന്ദർശനം, ഇവയിലൂടെ സിസ്റ്റർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. കേട്ടെ, പലപ്പോഴും നമ്മൾ ഈ സിസ്റ്റേഴ്സിനെയോ സമർപ്പിതരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും അവർ കാര്യമായിട്ട് എന്താ ചെയ്യുന്നത്, അവരിങ്ങനെ കോൺവെൻറ്റിൽ താമസിക്കുകയല്ലേ എന്ന്. പക്ഷെ അവരോട് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് അവർ ഈശോയെ സ്നേഹിക്കുകയും ഈശോയുടെ ചൈതന്യവും ഈശോയുടെ സ്നേഹവും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് അവരെ തന്നെ ആത്മാർപ്പണം ചെയ്യുന്നതെന്ന്
അവരോട് അടുത്ത് ഇടപഴകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കാം. സാർ, ഞങ്ങൾ പരിചയപ്പെട്ട സിസ്റ്റർ എലിസിറ്റിനെയാണ്. സിസ്റ്റർ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസി സമൂഹം അഥവാ SABS സഭാംഗമാണ്. വിശുദ്ധ കുർബാനയുടെ ഭക്തിയാണ് സിസ്റ്റർ ആയിരിക്കുന്ന സഭാ സമൂഹത്തിൻ്റെ കാര്യസം. സാമൂഹ്യ സേവനം, വിദ്യാഭ്യാസം, തെരുവ് കുട്ടികളുടെ സംരക്ഷണം, ആതുര ശുശ്രൂഷ, ഇടവക പ്രേക്ഷിതത്വം എന്നിവയിലൂടെ ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം എല്ലാവരിലും എത്തിക്കുവാൻ ഇവർ അക്ഷീണം യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് സിസ്റ്ററിൻ്റെ ആ കോൺഗ്രിഗേഷൻ്റെ ക്യാരിസമാണ്. ഇനി സിസ്റ്റർ എക്സ്ക്ലൂസീവായിട്ട് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈശോയെ കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ? സിസ്റ്റർ ഇപ്പോൾ തൃക്കാക്കര ദേവമാതാ കോളേജിൽ MA പഠിക്കുന്നു. അതോടൊപ്പം സന്യാസ പരിശീലനത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും സഭയുടെ മീഡിയ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുകയും സഹപാഠികളുടെ വേദനകളിൽ സാന്ത്വനം നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. വെരി ഗുഡ്, വണ്ടർഫുൾ. നോക്കിക്കേ, സിസ്റ്റർ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ സമയത്ത് പോലും നമ്മുടെ സുഹൃത്തുക്കളായി വരുന്നവരോട് ഈശോയെക്കുറിച്ച് പറയാനും കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലും വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവർക്കും ഈശോയെ കൊടുക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മളതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കണം, മെനക്കെടണം. ഇനി അടുത്ത ഗ്രൂപ്പ് ആരാ? നിങ്ങളാണല്ലേ? കേൾക്കട്ടെ. സാർ, ഞങ്ങൾ പരിചയപ്പെട്ടത് SD സമൂഹത്തിലെ സിസ്റ്റർ മരിയറ്റിനെയാണ്. ആതുര ശുശ്രൂഷയിലൂടെ യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. വൃദ്ധരുടെ സംരക്ഷണം, രോഗികളായവരെ സ്നേഹത്തോടെ പരിചരിക്കുക, വ്യത്യസ്തമായ കാരണങ്ങളാൽ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നിവ വഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ പരിപാലന അനുഭവേദ്യമായി കൊടുക്കുകയാണ് SD സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. വളരെ വളരെ നന്നായിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ കൂട്ടുകാരെ, എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള സമർപ്പിതരായിട്ടുള്ള സിസ്റ്റേഴ്സോ അച്ഛന്മാരോ എത്ര മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒത്തിരി പറയാൻ കാണും. പക്ഷേ സമയം കുറവായതിനാൽ ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ എളിയ അഭ്യർത്ഥന, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഈ മഹത് വ്യക്തികൾക്ക് നമ്മുടെ പ്രാർത്ഥന എന്നും തുണയും സഹായവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദി, നമസ്കാരം.